നമസ്കാരം, എല്ലാവർക്കും അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു വീക്കെൻഡ് സ്പെഷ്യൽ വ്ലോഗുമായിട്ടാണ്. അപ്പോൾ വീക്കെൻഡിൽ പ്രിപ്പയർ ചെയ്ത കുറച്ച് ഫുഡിൻ്റെ വീഡിയോസൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. വീക്കെൻഡായിട്ട് ഷാർജ ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ഫിഷ് വാങ്ങിച്ചു. അവിടെ പോയി നല്ല കേര ചൂരയും നെമ്മീനും പിന്നെ കുറച്ച് മത്തിയും കുറച്ച് കണവയും, അതായത് കൂന്തലും. ഫിഷ് മാർക്കറ്റിൽ പോകുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് മീൻ വാങ്ങുന്നത്. നല്ല ഫ്രഷ് ആയിട്ട് മീൻ കിട്ടും. ഞാൻ കൂടുതലും ഷാർജ ഫിഷ് മാർക്കറ്റിൽ പോയിട്ടാണ് മീൻ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അവധി ദിവസമൊക്കെ വരുന്നതിന് മുന്നേ പോയിട്ട് കുറച്ചധികം മീനൊക്കെ വാങ്ങിച്ചു തരും. അവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് തരും. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് അധികം കറികളൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഓഫീസിലൊക്കെ പോകുന്നതുകൊണ്ട് എന്നും കുറേ ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല. അപ്പോൾ മീനൊക്കെ ഐസ് മാറാൻ വെച്ചിട്ട് ഒരു വറുത്തരച്ച മീൻ കറി. നമ്മൾ കൊല്ലത്ത്, എനിക്കറിയത്തില്ല, കൊല്ലത്ത് ഞങ്ങൾ വെക്കുന്നത് ഇങ്ങനെയാണ്. നല്ല കുറച്ച് എണ്ണ ഒഴിച്ച്, അത് ചട്ടിയിൽ എണ്ണ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറു തീയിലിട്ട് തേങ്ങയും ചെറിയുള്ളിയും കുറച്ച് കുരുമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് വറുത്ത്, ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണണമെന്നുള്ളവർ ചാനലിൽ ചെക്ക് ചെയ്താൽ മതി. ഓൾറെഡി തേങ്ങ വറുക്കുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങ വറുത്തിട്ട് നമ്മൾ സാധാരണ രസമൊക്കെ വെക്കുന്ന പുളി വെച്ചിട്ടാണ് നമ്മൾ മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചു. കുറച്ച് നെമ്മീനും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ വറുത്തരയ്ക്കുന്ന കറിക്ക് ടേസ്റ്റ് ആ വറുത്ത തേങ്ങ ഒട്ടും വെള്ളം ചേർക്കാണ്ട് നമ്മൾ ആദ്യം അരച്ചെടുക്കണം. അപ്പോൾ അതിനകത്ത് നല്ല എണ്ണ തെളിഞ്ഞു വരും. അതിന് ശേഷം വേണം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാനായിട്ട്. പിന്നെ അരപ്പെല്ലാം കലക്കി അതിനകത്ത് മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് അത് വേഗം വെച്ചു. പിന്നെ കുറച്ച് മത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മത്തിക്ക് സാധാരണ മസാല, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, കുറച്ച് വെളിച്ചെണ്ണയും ഇച്ചിരി നാരങ്ങയുടെ നീരും ചേർത്തു. ഞാൻ വലിയ മത്തി ഫാനല്ല, ഞാൻ കഴിക്കാറില്ല. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ പുരട്ടി മാറ്റി വെച്ചു. പിന്നെ കുറച്ച് ചൂര മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചൂരയും നെമ്മീൻ്റെ കുറച്ച് കഷ്ണങ്ങളെടുത്ത് അരപ്പ് പുരട്ടി വെച്ചു. ഇനി ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു മാങ്ങ ഇട്ട് വെച്ച തേങ്ങാപ്പാൽ കറിയാണ്. അപ്പോൾ നെമ്മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് ഉലുവയിട്ട് നീളത്തി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി, ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അതിനകത്തൊരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങ, നല്ല പുളിപ്പുള്ള, എനിക്ക് പുളിപ്പ് അധികം ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത്യാവശ്യം പുളിപ്പുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാം തേങ്ങാപ്പാൽ ചേർത്ത് അടച്ചു വെച്ച് അരപ്പൊന്ന് തിളച്ച് വരണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി കേട്ടോ. വലിയ സ്പൈസി അല്ലെങ്കിലും. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് അരപ്പൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നല്ല നെയ്മീനായിരുന്നു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അടച്ചു വെച്ച് അത് വേവിക്കാം. ആ സമയം കൊണ്ട് വറുക്കാൻ വെച്ചിരിക്കുന്ന മീനെല്ലാം ഒന്ന് വറുത്തെടുക്കാം. മീനെല്ലാം വറുക്കാനായിട്ട് അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്നാം തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ലാസ്റ്റായിട്ട് കറിവേപ്പിലയിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടച്ച് വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ വറുത്തരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. ഈ വറുത്തരച്ച മീൻകറി ആ ചട്ടിയിലിരിക്കുമ്പോഴത്തേക്ക് പിറ്റേന്നൊക്കെ ആകുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ വറുത്തരയ്ക്കുമ്പോൾ എപ്പോഴും ചെറു തീയിലിട്ട് തേങ്ങ വറുത്തിട്ട് പറഞ്ഞ പോലെ വെള്ളം ചേർക്കാണ്ട് ആദ്യം തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഇനി ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കണവ റോസ്റ്റാണ്. കണവയെല്ലാം ഞാൻ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒന്ന് വേവിക്കും. ഒരുപാടങ്ങ് വേവിക്കരുത്, റബ്ബർ പോലെ ആവും. ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്നിടം വരെ ഒന്ന് വേവിക്കുക. അതിന് ശേഷം അതിനകത്ത് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി,
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് വെളിച്ചെണ്ണയിലിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അപ്പം മീനിൻ്റെ വിഭവങ്ങൾ മാത്രമായാൽ ശരിയാവില്ലല്ലോ, എന്തെങ്കിലും പച്ചക്കറി വേണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് ഒരു പാവയ്ക്ക തോരനാണ്. തോരനെന്ന് പറയാൻ വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല. പാവയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് സവാളയൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ വറുത്തതിന് ശേഷം അതിലേക്ക് അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ആ ഒരു സമയം കൊണ്ട് കുറച്ച് മെഴുക്കുവരട്ടിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കത്തിരിക്കയാണ് മെഴുക്കുവരട്ടി. അതൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ കത്തിരിക്ക ഇട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. അത് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്ക് അത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു മെഴുക്കുവരട്ടി. ഇതൊക്കെ സ്കൂളിൽ പോകാൻ നേരത്ത് അമ്മ ഉണ്ടാക്കി തരുന്ന മെഴുക്കുവരട്ടികളായിരുന്നു. ഇതല്ലെങ്കിൽ വെണ്ടയ്ക്ക. പാവയ്ക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇതിനകത്ത് ആവശ്യത്തിന് എരിവിനും പച്ചമുളകും കൂടെ ചേർക്കുക. പാവയ്ക്ക് അരിയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറുതായിട്ട് പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് എരിവ് ഇഷ്ടമായിട്ട് ഞാൻ കുറച്ച് തോനെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു തോരനാണ്. ഞാൻ തേങ്ങ ഇട്ടതുകൊണ്ടാണ് തോരനെന്ന് പറയുന്നത്, വേറെ പ്രത്യേകിച്ച് അരപ്പൊന്നും ചേർക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് സ്പെഷ്യൽ. പിന്നെ ഒരു മോരുകറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല നെമ്മീൻ തേങ്ങാപ്പാൽ കറിയും വറുത്തരച്ച കേരാച്ചൂരയുടെ കറിയും കണവ റോസ്റ്റും പിന്നെ മീൻ വറുത്തതും. ഇതൊക്കെ ആഴ്ച ഒരിക്കലേ ഉള്ളൂ. ഓഫീസിൽ പോകുമ്പോൾ ഇതിനൊന്നും സമയം കിട്ടാറില്ല. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ടാണ് ഓഫീസിൽ പോണത്. അപ്പം ആഴ്ച ഒരിക്കൽ ലീവൊക്കെ എടുത്ത് വീട്ടിലൊക്കെ നിൽക്കുമ്പം നമുക്ക് നമ്മുടെ നാടൻ ഫുഡൊക്കെ കഴിക്കാൻ തോന്നും. അപ്പോൾ ഇതുപോലെ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും